ന്യൂസ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ ഈ മണിക്കൂറിലെ നോക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദ്രോഗി മരിച്ച സംഭവത്തിൽ വീഴ്ചയില്ലെന്ന് ഡോക്ടർമാരുടെ മൊഴി. ചികിത്സയിൽ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടെന്ന് ഡോക്ടർമാർ. DME ഉടൻ അന്തിമ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കും. ഡോക്ടർമാരുടെ മൊഴി തള്ളി വേണുവിന്റെ ഭാര്യ. കൊല്ലാനുള്ള മരുന്നാണോ നൽകിയതെന്ന് സിന്ധു ന്യൂസ് 18നോട്. വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്രയ്ക്കിടെ വിദ്യാർത്ഥികൾ RSS ഗണഗീതം പാടിയത് ചർച്ചയാക്കാൻ BJP. വിദ്യാർത്ഥികൾ ആലപിച്ചത് ദേശഭക്തി ഗാനമാണെന്ന് പാർട്ടി. ഗണഗീതം പാടിയതിൽ എന്താണ് തെറ്റെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിച്ച വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്ത് ദക്ഷിണ റെയിൽവേ. പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത് BJPയുടെ പകപോക്കലെന്ന് SDPI. ഭയപ്പെടുത്തി നിശബ്ദമാക്കാമെന്ന് കരുതേണ്ടെന്ന നേതൃത്വം. ED കണ്ടുകെട്ടിയത് വിവിധ ട്രസ്റ്റുകളുടെയും SDPIയുടെയും പേരിൽ കൈവശം വെച്ചിരുന്ന സ്വത്തുക്കൾ. യുക്രൈന് നേരെ വ്യോമാക്രമണം കടുപ്പിച്ച് റഷ്യ. 7 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം 45 മിസൈലുകളും 450 ഡ്രോണുകളും ഉപയോഗിച്ച്. യുക്രൈന്റെ ഊർജ്ജ പദ്ധതികളും ആയുധ നിർമ്മാണശാലകളും കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിൽ വ്യാപക നാശനഷ്ടം. റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി. രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക് ബീഹാർ. പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വിധി എഴുതുന്നത് 122 മണ്ഡലങ്ങൾ. സമസ്തിപൂരിൽ VVPAT സ്ലിപ്പുകൾ റോഡരികിൽ. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് സസ്പെൻഷൻ. പാലക്കാട് നിയന്ത്രണം തെറ്റിയ കാർ മരത്തിലിടിച്ച് 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത്, രോഹൻ സന്തോഷ്, സനൂജ് എന്നിവർ. 3 പേർ പരിക്കുകളോടെ ചികിത്സയിൽ. പന്നി കുറുകെ ചാടിയപ്പോൾ വെട്ടിച്ച വാഹനം നിയന്ത്രണം തെറ്റി മരത്തിലിടിച്ച് വയലിലേക്ക് മറിഞ്ഞു. അപകടം രാത്രി 11 മണിയോടെ. അരൂർ ഇടപ്പള്ളി ദേശീയപാതയിൽ കണ്ണാടിക്കാട് വാഹനാപകടം. മീൻ കയറ്റി വന്ന ലോറി ക്രെയിനിൽ ഇടിച്ചു. പരിക്കേറ്റ ലോറി ഡ്രൈവർ ചികിത്സയിൽ. സ്വർണ്ണക്കൊള്ളക്കേസിൽ സുധീഷ് കുമാറിനെയും മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. മുൻ പ്രസിഡന്റ് പത്മകുമാറിനെയും ചോദ്യം ചെയ്തേക്കും.